വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗൈസ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ പുരുഷനെ കറി വെക്കാൻ വേണ്ടിയുള്ള പരിപാടി എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് ഞങ്ങൾക്ക് അറിയാം. അപ്പോൾ ഇന്ന് പുരുഷനെ കറി വെക്കും. കറി വെക്കണതിന് മുമ്പ് ഈ നട്ടുച്ച വെയിലെത്തിച്ചിട്ടില്ല, ഇത് ഏർത്ത് കുളിച്ചിരിക്കുന്ന ടൈമിൽ ഒരു വിയറ്റ്നാം സ്പെഷ്യൽ കോഫി കുടിച്ചിട്ട് കൂടെ ആരംഭിക്കാൻ വിചാരിച്ചു. അതെ അതെ അതെ, ലോങ് ആൻഡ് സ്പെഷ്യൽ കോഫി അത് തന്നെ സംഭവം. അപ്പോൾ ഒരു കോഫി ഓർഡർ ചെയ്തിട്ട് ഞങ്ങൾ ഇങ്ങനെ നിൽക്കണേണ്. കോഫി കുടിച്ചിട്ട് നമുക്ക് നമ്മുടെ പുരുഷുവിൻ്റെ അടുത്തേക്ക് പോകാം. പുരുഷനെ ചാക്കിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്, എന്താണ് അവസ്ഥ എന്നറിയില്ല. ഫ്രീ കോഫി ഓക്കെ. അപ്പം ഞാൻ കാണിച്ചു തരാം. കൺഫ്യൂസ് ആക്കി നോക്കിയാൽ രാണ്ടാക്കിട്ട് ഒരു രാജി വെച്ചിട്ട് പറയും നിങ്ങൾക്ക് ഇവിടെ കോഫിയില്ല പോയിക്കോന്ന് പറയും. ഇവനെ ആദ്യം മുന്നേ നമ്മുടെ കൂടെ ഉണ്ട്. നമ്മൾ ആദ്യം പാമ്പനെ സദ്ദാം ഹുസൈൻ. No. Okay. You want coffee or something? What do you have? Coffee you have? ഇവനും ഒരു കോഫി എന്താണെന്ന് പറഞ്ഞോട്ടെ. സദ്ദാം നമ്മുടെ ആളാണ്, നമ്മളെ ചെക്കനാണ്, നമ്മുടെ കൂടെ ഉണ്ടാവില്ല. ഇന്ന് പൊളിക്കും കഴിച്ചു, നമ്മളെല്ലാവരും കൂടെ പൊളിച്ചാൽ ചിഞ്ചാവില്ല. അതെ എനിക്ക് ഷുഗർ വേണം. അല്ലെങ്കിൽ എനിക്ക് നിന്നെ പോലെ അല്ല, എനിക്ക് ഷുഗറും പ്രശ്നമൊന്നുമില്ല. ഇവര് ഇവിടെ ആയിട്ടും വന്നിട്ട് കുടുംബം കുട്ടികളായിട്ട് ജീവിക്കാൻ വേണ്ടി ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ അവിടെ തന്നെ മൊബൈൽ എടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ ചോദിച്ചിട്ടുണ്ട്. എന്തോ പരിപാടി ഉണ്ട്, എന്ത് ഉദ്ദേശമുണ്ട്. ഇവിടെ നിന്ന് പോകുമ്പോഴത്തേക്ക് ഒരു 100 പെമ്പിള്ളേരുടെ നമ്പർ മൊബൈലിലുണ്ടാവും. ഇവിടെ ഉൾനാട്ടിലാണ്ട് അറിയൂല്ല, നമ്മള് സൈഗോണിലാണ് എല്ലാവരും അറിയും. ഇവിടെ ആരും അറിയില്ല. കാണിച്ചത് ബാക്ക് ക്യാമറ കാണിച്ചത്. എന്താ നമ്പർ കിട്ടിയ? അല്ല പറ. നമ്പർ കിട്ടില്ല. എന്റെ പഴയ നമ്പറൊന്നും ഇവിടെ അങ്ങോട്ട് സക്സസ് ആവില്ല. ഞാൻ പുതിയൊരു നമ്പറിലേക്ക് എടുക്കുന്നത്. ഒന്നാമത് ഞാൻ നമ്പർ എടുക്കുമ്പോൾ എന്നെ തകർക്കാൻ വേണ്ടി പിന്നിൽ 2 ശക്തികൾ ഇവിടെ വന്നിട്ട് എന്നെ ഇല്ലാതാക്കുന്നുണ്ട്. ഇതൊന്നും വിശ്വസിക്കരുത്. എനിക്ക് നല്ല അടിപൊളി മിക്സറില് നല്ല അടിപൊളിയായിട്ട് അവർ കോഫി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടുത്തെ കോഫി ഭയങ്കര ഡിമാൻഡാണ് ഗൈസ്. അതായത് നല്ല ടേസ്റ്റുള്ള കോഫിയാണ്. എന്റെ കയ്യിൽ പൈസ ഒക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എത്ര പൈസ ഉണ്ടെന്ന്. കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ പ്രദേശത്തൊന്നും ATM പോലുമില്ല. അല്ല, സത്യം പറഞ്ഞാൽ നിങ്ങൾ ആദ്യം തന്നെ ഒന്ന് ഓർമ്മിപ്പിക്കേണ്ടത്. ഞാനും മറന്നു ആക്ച്വലി. പിന്നെ ഇത് പമ്പാണല്ലോ, ഇവിടെ ATM എന്തെങ്കിലും കാണുമല്ലോ. ഇവിടെ ATM ഇല്ല, കാരണം ഇവിടുത്തെ ആൾക്കാർ ATM ഉപയോഗിക്കുന്നില്ല. ശരിയാണല്ലേ. നമുക്കിപ്പോൾ ഒരു ഇന്റർനാഷണൽ ഇതൊക്കെ എടുക്കാൻ പറ്റുന്ന അല്ല, ഇത് ആക്ച്വലി നമുക്ക് വന്നൊഴിക്കാനും നമുക്ക് അത് തന്നെ ഓർമ്മിച്ചറിയാൻ നമുക്ക് അവിടെ നിന്ന് തന്നെ നമുക്ക് പറ്റിയൊരു വിഡ്രോ ചെയ്ത് വരാം. നെക്സ്റ്റ് ടൈം ആരെങ്കിലും ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ പൈസ ഇല്ലാണ്ട് ഇങ്ങോട്ട് വരരുത് ഗൈസ്. അതും ഡോളർ എടുത്തത് ഡോങ് തന്നെ വേണം. അതല്ല വേണം. ഓക്കെ, നമുക്കപ്പോൾ കോഫി ഇടിക്കാം. മിൽക്ക് കോഫി അല്ലല്ലോ ഇത്, മറ്റേതല്ല ബ്ലാക്ക് ആണല്ലോ. ആണോ? അതാണ് നീ ഓവറായിട്ട് സംസാരിക്കണപ്പോൾ തോന്നി ഇതുപോലെ ബ്ലാക്ക് കോഫി വെച്ചിട്ട് വരുന്നത്. അവർക്ക് ആദ്യമേ പറയണമായിരുന്നു. ഇത് ആദ്യം മിൽക്ക് കോഫി പറയണമായിരുന്നു. പറഞ്ഞായിരുന്നോ? മിൽക്ക് വിത്ത് മിൽക്ക്. പക്ഷെ ഇനി ഇതിൻ്റെ അകത്ത് മിക്സ് ചെയ്ത് ശരിയാവോ? അപ്പൊ സീനില്ല. ഞാൻ വിചാരിച്ചു നീ ഓരോ സംസാരിച്ച് നശിപ്പിച്ചു അവരെ കൺഫ്യൂസ് ആക്കി കളഞ്ഞത്. ഞാൻ പറഞ്ഞതൊക്കെ കറക്റ്റാണ്. അറിയും ലെഫ്റ്റ് ആയിരുന്നു. ശരി, കുഴപ്പമില്ല. മിൽക്ക് കറി മിക്സ് ചെയ്ത് റെഡിയാക്കി തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മിൽക്ക് മിക്സ് ചെയ്ത് തന്നിട്ടുണ്ട്. കുടിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ട്. ഹാൻഡ് വാഷിൻ്റെ പോലത്തെ പമ്പുണ്ടല്ല, അതിലാണ് മിൽക്ക്. അതിൽ നിന്നാണ് ഇങ്ങനെ പ്രശ്നം നമുക്ക് തന്നിട്ടിരിക്കുന്നത്. അടിപൊളി കോഫിയാണ്, നല്ല നിലവാരം. ഗുഡ്, കൊള്ളാം, നൈസ്, നല്ല കോഫി. ഗൈസ്, അങ്ങനെ നമ്മുടെ പുരുഷനെ കറി വെക്കാൻ വേണ്ടിയുള്ള പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതാണ്.
അപ്പൊ ഇവര് ഈ പാമ്പിനെ, ഈ ജീവനോടെയുള്ള പാമ്പിനെ എന്ത് ചെയ്തിട്ടാണ് ഇത് കൊന്ന് കറി വെക്കാൻ പോണെന്ന് നമുക്ക് നോക്കാം. അവര് അടുപ്പൊക്കെ കത്തിക്കുന്നുണ്ട്. വെള്ളം ചൂടാക്കി അടുപ്പൊക്കെ കത്തിച്ച് കുരിശ് ഉറക്കമാണ്. പേടിക്കും കുരിശ് കിട്ടും. അടുപ്പ് സ്റ്റവൊക്കെ കൊണ്ടുവന്ന് വെള്ളമൊക്കെ ചൂടാക്കിക്കൊണ്ടിരിക്കുന്നത്. കുറച്ചു നേരം കഴിയുമ്പോൾ ചട്ടിയിലാകുന്ന സാധനമാണ് കഴിച്ച്. പിന്നെ വേറെ സംഭവം പറയാം, നമ്മുടെ നാട്ടിൽ ഇത് ഇല്ലീഗലാണ്. ഇത് വിയറ്റ്നാം, ഈ ഇങ്ങനെയുള്ള നാടുകളിൽ മാത്രമേ ഇതൊക്കെ നടക്കുകയുള്ളൂ. അപ്പോൾ ഒരിക്കലും നമ്മൾ വേറൊരു രീതിയിൽ ചെയ്യണമല്ല. അവരുടെ കൾച്ചർ നമ്മളെല്ലാം ഇത് കൊല്ലം കറി വെക്കാൻ ചെയ്യണം. അവരാണ് അത് ഷൂട്ട് ചെയ്ത് കാണിക്കുന്നുള്ളൂ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കഴിഞ്ഞപ്പോൾ വേറെ രീതിയിലൊക്കെ പറഞ്ഞ് ബഷീർ പക്ഷേ അങ്ങനെ ഇത് ഇങ്ങനെയെന്ന് പറഞ്ഞാൽ വേറെ രീതിയിൽ പ്രതിഷേധം പറയണ്ട. അതുകൊണ്ടിട്ടാ പറയാം, അവരുടെ കൾച്ചർ ഷൂട്ട് ചെയ്ത് നമ്മൾ കാണിക്കുന്നത്. ഇവർ കഴിക്കുന്ന ഫുഡും അതെ ഇവരിത് എലിയും എല്ലാം കഴിക്കും. അതെ, അതിനിപ്പോൾ നമ്മൾ മൊത്തം എന്താ പറയുക 3 മില്യൺ കൊടുത്തിട്ടാണ് നമ്മളിപ്പോൾ ഇതിനെ വാങ്ങിക്കണമെന്ന് കുക്ക്. അതായത് വാങ്ങിച്ചത് 2 മില്യൺ സംതിങ്. അതിന് കുക്ക് ചെയ്യണത് 1 മില്യണോളം നമ്മൾ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ 10,000 രൂപ മുടക്കിയിട്ടാണ് ഈ പരിപാടി ചെയ്യുന്നത്. വെയിറ്റ് 1 സെക്കൻഡ്. ഓക്കെ, അത് ബാക്ക് ക്യാമറ ഷൂട്ട് ചെയ്ത് കാണിക്കാം എന്താ ചെയ്യുന്നത്. ഗൈസ് ഇതുണ്ടല്ലേ, അടുപ്പത്ത് വെച്ച് വെള്ളം ചൂടാക്കി വെട്ടുകത്തിയൊക്കെ എടുത്തിട്ടുണ്ട്. ചൂട് വെള്ളത്തിലേക്ക് അതിനെ ജീവനോടെ ചൂടുവെള്ളത്തിലേക്ക് ഇറക്കുന്നത്. അത് കിടന്ന നെരുവിരി വെള്ളം, അതിക്രമം. നല്ല ചൂടുവെള്ളത്തിട്ട് മുക്കിപ്പോലാണ്. കാണുമ്പോൾ സങ്കടമാവുന്നത് സത്യം, എനിക്ക് എന്താ പോലെ ഉണ്ട്. പിന്നെ നമ്മളല്ലെങ്കിൽ ഇത് വേറെ ആരെങ്കിലും ആണെങ്കിൽ ഈ പറഞ്ഞ പരിപാടിയൊക്കെ ചെയ്യും. സത്യം പറയട്ടെ, എന്റെ നെഞ്ചിടിക്കുന്നുണ്ട്. അതിന്റെ തോലിന് ഇതായി പോകുന്നത്. ബണ്ണൊക്കെ വന്നിട്ടുണ്ടല്ലോ. ഇതുണ്ട്, അവൻ പോയി 2 വീലറിൽ പോയിട്ട് മണ്ണൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. സോ അതിനത് അതിനെ അതിക്രൂരമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാമ്പിനെ കൊന്നു തെങ്ങ് കെട്ടയക്കാൻ പോണേ. ചത്തടില്ല. അതിനൊന്ന് പഴിപ്പിച്ച് അല്ല ഇറങ്ങി ഓട. തോലെല്ലാം പോയി. തോല് പോയല്ലേ ചൂടായപ്പോ. പിന്നെ ചത്ത് ചെറുതായിട്ട് ചത്ത. ഓക്കെ, ഇതായിട്ടില്ലേ തോല് ആ ചൂടുവെള്ളത്തിട്ടപ്പോ തോല് ഇതായി പൊളിഞ്ഞു. അതിന് വായിന്ന് ചോരയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോ പാമ്പിനെ പുഴുങ്ങിയിട്ട് കുരിശ് മരിച്ചു ഗൈസ്. അപ്പൊ ഇനി അവരുടെ നെക്സ്റ്റ് സ്റ്റേജ് എന്താ നോക്കാം. ഹലോ അമ്മായി. ഹായ്. ഹലോ ഹലോ അമ്മായി എന്നൊക്കെ. അമ്മായി. അമ്മായി എന്നെ വളർക്കേണ്ട ഒരു എവിടെ പോണ്? കറി വെക്കാനടക്കം എന്താ പരിപാടി? ശരി. അപ്പോ ശരി കാണാം. ശരി, ഓക്കെ, പോയിട്ടേക്കോ. പോയി. ഓക്കെ, ബൈ. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഇതിൻ്റെ നോക്കാം. അത് ചത്തിട്ടാ, അതൊന്ന് ടെമ്പറായി ഭയങ്കരമായിട്ട്. അതിൻ്റെ തൊലി ഉലിച്ചോണ്ടിരിക്കുന്നതാണ്. ഭയങ്കരമായിട്ട് ടെമ്പറായിട്ടുണ്ട് അത്. പോയിട്ടാ എന്റെ പുള്ളി ലിക്കുഞ്ഞ് ഞാൻ ചവിട്ടിയനെ എന്റെ കാലിന്റെ അടുത്ത് കൂടെ പോകണം. അതാ ചൂടുവെള്ളത്തിൽ പോകണം. ഇങ്ങോട്ട് വേടാ, പിടിച്ച് എടുത്തു പൊക്കിക്കും. അത് അതിന്റെ തൊലിയാണ്. Bưng ra đổ này dẹp cái biết cây. Không chắc luôn rồi. Ra dẹp cái biết coi. Ê, ở đâu tí? Ủa, ra dẹp cái biết mình. അതിന്റെ തോല് വിളിച്ചു കഴിക്കോ ബ്രോ? Đổ này đắng luôn. കഴിക്കോ? കളി ഞാനില്ല, എനിക്ക് എന്താ പോലെ നീ കഴിക്കും. കണ്ടിട്ടത് ഇതിനെ കൊന്നതും ഈ ഒരു സംഭവം കാണുന്നതോ എന്തോ ഒരു ഇത് അതെ. ഒരു വിഷമമുണ്ട്. ഇതേ ചോര വന്നെ തല വെട്ടിയാ മനക്കെട്ടിയുള്ളവർ മാത്രമേ കാണുക. അതെ, അല്ല തല വെട്ടിയാ? തലവെട്ടി അയ്യോ, അത് ഞാൻ കണ്ടില്ലല്ലോ. വീഡിയോയിലുണ്ടോ?
ഇല്ല ഞാൻ തലവട്ടണില്ല അമ്മേനെ തിരിച്ചു വന്നിട്ടുണ്ട് മോന്തൊക്കെ മാറിക്കട്ടല്ലോ പോയിട്ട് എന്തോ പറ്റിയല്ലേ അമ്മായി എന്റെ ഗൈസ് തല വെട്ടിയത് ഞാൻ വീഡിയോയിൽ ഉണ്ടാന്ന് എനിക്കറിയില്ല ഞാൻ പക്ഷെ ശരിക്കും കണ്ടില്ല അത് കഴിഞ്ഞപ്പോൾ അടുത്ത സ്റ്റേജ് അറക്കൽ ബിസ്മിൻ ചൊല്ലി കിടക്കുന്നു തല നമുക്ക് വെട്ടുമായിരുന്നു അതെ വേറെ ഷിയോർ ഹോമിലൊക്കെ ചോദിക്കുന്നുണ്ട് പൊന്നളിയാ നമുക്ക് കറി വെക്കണം വാ ഇവിടെ അമ്മായിനെ വന്നിരിക്കണം മോനെ ലക്ഷ്യം മാറിപ്പോയി പൊളിക്കുമ്പോ അതിന്റെ ഉള്ളിൽ എന്താണെന്നുള്ളത് ഇറച്ചിയാണ് ഇറച്ചിയാണ് കഴിച്ചത് അളിയാ പറഞ്ഞു എല്ലാം ഉറപ്പിച്ചിട്ട് പോണേന്നോ അല്ലേ സത്യം പറ അപ്പോ ഞങ്ങൾ വീണ്ടും പോവാണ് ഒന്നും മിണ്ടാടെ നാണത്തോടെ ഇരിക്കണൊക്കെ പുറകില് ഭയങ്കര നാണല്ലോ ക്ലാസ്സില് അടുത്തായിരിക്കും ഇത് ഫുള്ള് നമ്മള് കട്ട് ചെയ്ത് അതിൻ്റെ വേസ്റ്റ് പുറത്തേക്ക് ഇട്ട് മോട്ടറിന് നല്ല പവറുള്ള ഇതിനാണ് അടിക്കുന്നത് അവർ ക്ലീൻ ആവാൻ വേണ്ടി പക്ഷെ നല്ല രീതിയിൽ വൃത്തിയാക്കുന്നുണ്ട് നല്ലോണം വൃത്തിയാക്കുന്നുണ്ട് ഗൈസ് ഇത് എന്ത് പാമ്പാണെന്ന് നിങ്ങൾക്ക് അറിയാവുന്നവര് അത് കമന്റിൽ രേഖപ്പെടുത്തുക കാരണം ഞങ്ങൾക്ക് എന്ത് പാമ്പാണെന്ന് മനസ്സിലായിട്ടില്ല തിരിച്ചെത്തി വിയറ്റ്നാമിനൊരു മരുമോനായി മലയാളി മരുമോൻ വിയറ്റ്നാമിന്റെ മരുമോൻ ഫുള്ള് ചോര കഴിച്ചിട്ടുണ്ടല്ലേ വെള്ളമൊക്കെ ഫുള്ള് ചോര കുറച്ചു നേരത്തിന് മുമ്പ് ജീവനുണ്ടായിരുന്ന പുരുഷവാണിക്ക് കിടക്കണം വയറും കീറി വയറും കീറി കിടക്കണ കിടപ്പ് കൊടുമാല ഫുള്ള് പൊളിച്ച് നമ്മളിവിടെ വന്നിട്ട് ഒരാൾ പോലും ഇത് വാങ്ങുന്ന കണ്ടിട്ടില്ല അല്ലേ? അതെ അതെ ഇത്ര നേരമായി ഒരാൾ പോലും ഇവിടെ വാങ്ങാൻ വന്നിട്ടില്ല. ഞാൻ പറഞ്ഞു വെച്ചാൽ ഇവരെല്ലാം ജീവിതം എന്ന് വെച്ചാൽ ഭയങ്കര ഷോക്കാണ്. അപ്പോൾ നമ്മൾ ഇവിടെ വരുന്ന ആൾക്കാർ ഇവരെ സഹായിക്കാനുള്ള രീതിയിലേക്കാണ് ഇങ്ങോട്ടേക്ക് വരേണ്ടത്. കാരണം വളരെ എന്താ പറയുക, ആ ഒരു ഗ്രാമത്തിലൊരു ജീവിതമാണ്. അപ്പോൾ എന്താ പറയുക, ഇവർക്ക് അങ്ങനെ കിട്ടുന്ന സംഭവങ്ങളിലെ കുറവാണ്. സാമ്പത്തികമായിട്ടൊക്കെ വളരെ പിന്നോട്ടുള്ള ഒരു ജനതയാണ് ഇവിടെയുള്ള ആൾക്കാർ. അളിയ വെറുതെ തള്ളി മറിക്കല്ലേ നല്ല പൈസയുള്ള ആൾക്കാർ എന്തൊക്കെ പണ്ടത്തരങ്ങളൊക്കെ ഈ ബെഡ്ഷോപ്പ് ഈ കണ്ട് നമ്മൾ തന്നെ കൊടുത്തത് ഇപ്പൊ മറ്റേ ടോട്ടലി 3 million ആണ് കൊടുത്തേക്കുന്നത്. മനസ്സിലായോ? 12 മണിക്ക് വന്ന് ഇപ്പൊ സമയം 12 മണിക്ക് വന്നു. ഇപ്പൊ സമയം 2-3 മണിയായി. ഒരു മനുഷ്യനെ അതല്ല ഞാൻ പറയണതല്ല ആരിഫേ. നമ്മൾ വന്നിട്ട് ഇവര് എത്ര പ്രാവശ്യം കാടക്കോഴികളെ പോലുള്ള സാധനങ്ങൾ ഉലിച്ചു കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഇവര് എത്ര ഹോട്ടലിലേക്കും ഹോം ഡെലിവറി പോകുന്നറിയോ? ചെറിയ പൈസ കൈ എന്നേ പടച്ചോടത്ത് മണ്ടത്തരം പറയരുത്. പിന്നല്ലാണ്ട് ഇവിടെ നമ്മൾ 3 million കൊടുത്തിട്ട് ഈ പാമ്പിന് വാങ്ങിച്ചിട്ട് ഉലിച്ച് പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് നമ്മുടെ നാട്ടിലെ 10,000 രൂപ. അപ്പൊ അതുപോലെയൊക്കെ ഓരോ പരിപാടികൾക്ക് ഇവർക്ക് നടന്നുകൊണ്ടേയിരിക്കും ഇടക്കിടക്ക്. അല്ലാണ്ട് ഇവര് നിങ്ങള് നമ്മുടെ ലഫ്നാസ് പറഞ്ഞ പോലെ ഭയങ്കര ദാരിദ്ര്യം പിടിച്ച സെറ്റപ്പ് ഒന്നും അല്ലട്ടാ. ഇവരൊക്കെ ബിസിനസ് ഏരിയയാണ്, മാർക്കറ്റ് ഏരിയയാണ്. ഇത് നല്ല ബിസിനസ് നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്.
ജനങ്ങളെ നിങ്ങൾ വിശ്വസിക്കരുത്, ജനങ്ങളെ നിങ്ങൾ ഈ പറയുന്നൊന്നും വിശ്വസിക്കരുത്, ഇതൊക്കെ കാര്യം പറയട്ടെ. എന്നെ തകർത്തോണ്ടിരിക്കുന്നത് കാര്യങ്ങൾ തുറന്നു പറയാനുണ്ട്, എനിക്കൊന്ന് മനസ്സ് തുറക്കാനുണ്ട്, കുറച്ചുണ്ട്. ഞാൻ പറയട്ടെ, ഞാൻ എന്റെ അമ്മയെ പോലെ കാണുന്ന അമ്മായിയെ ഇവര് ഞാൻ വളച്ചെന്ന് പറയുന്നത്, ഇതിനപ്പുറം എനിക്കെന്താ മസാല ഒക്കെ എടുത്തോണ്ടിരിക്കണ്ടോ ഒരു സൈഡ് എന്തല്ലേ മസാല ഒക്കെ എടുത്തോണ്ടിരിക്കണാണ്. എണ്ണയൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നുണ്ട്. ഇവരെന്ത് മസാലയൊക്കെ ആണെന്നുള്ളത് ഇതിനകത്ത് ഈ കുടലിൽ ഇവര് കുറെ ക്ലീൻ ചെയ്ത് കളയുന്നുണ്ട്, കുറെയൊക്കെ തിന്നാൻ പറ്റിയ സാധനങ്ങൾ ഇവര് കട്ട് ചെയ്ത് പാത്രത്തിലേക്ക് ഇടുന്നുണ്ട്. ഇത് ആദ്യമായിട്ടായിരിക്കും അല്ലേ ഇവരുടെ തന്നെ പാമ്പ് വായിച്ചിട്ട് ഇവർക്ക് അങ്ങനെയല്ല അവിടെ ലക്നത്ത് തിന്നും. അല്ലെ നീ കഴിക്കോ? ഞാൻ തീർച്ചയായിട്ടും കഴിക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. നിലവിൽ അല്ല ഞാനൊരു കാര്യം പറയട്ടെ, ഇത്രയേരം കണ്ടയില് അവര് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് സംഭവം ചെയ്തോണ്ടിരിക്കുന്നത്. എത്ര പ്രാവശ്യം വെള്ളത്തിട്ട് കഴുകണ്ടെന്ന് നോക്കി, ഒരുപാട് പ്രാവശ്യമായി ഇപ്പൊ വെള്ളത്തിട്ട് കഴുകിക്കൊണ്ടിരിക്കുന്നത്. അതായത് നമ്മൾ അവിടെ ചിക്കൻ കറിയൊക്കെ വെക്കുമ്പോൾ ചിക്കനൊക്കെ ഇത്ര കഴുകൂലേ, അതേപോലെ നല്ല രീതിയിൽ കഴുകി അതിൻ്റെ ചോര എല്ലാം കളഞ്ഞ് വൃത്തിയാക്കി നല്ല അത്ര ക്ലീൻ ആക്കി നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് സംഭവം ചെയ്യുന്നുണ്ട്. ആരിഫേ കഴിച്ചാലോ? കഴിക്കാം. യോ എൻ്റെ ക്യാമറയിൽ കുറച്ച് വെള്ളമായി ഗൈസ്, ഞാൻ ഒന്ന് തുടക്കട്ടെ. ഗൈസ് അങ്ങനെ വാല് വെട്ടി പീസ് ആയിക്കൊണ്ടിരിക്കണേ. നമ്മുടെ ആദ്യത്തെ കുടൽമാല ഫ്രീ. നമ്മളെ മീനിലൊക്കെ ചോദിച്ചു വാങ്ങിക്കണമായിരിക്കും. അതിന് നടുക്കഷ്ണം വേണമെന്നും പറഞ്ഞിട്ട് അത് കളയില്ലെന്ന് പോകണം. ആക്ച്വലി ഇതിന്റെ മേളിലൊരു തോലുണ്ടായിരുന്നു, ആ മേളിലത്തെ തോലല്ലേ അമ്മായിനെ വളർത്തുന്ന ടൈമില്ല, അവർ ഈ തോലെല്ലാം പോക്കി വെട്ടി കട്ട് ചെയ്യണം. കറി പീസ് ആക്കിക്കൊണ്ടിരിക്കണ ഗൈസ് നിങ്ങൾ പറ, നിങ്ങൾക്ക് ബിരിയാണി പീസ് വേണോ കറി പീസ് വേണോ? എല്ലാവർക്കും ബിരിയാണി പീസ് വേണോ കറി പീസ് വേണോ? എല്ലാം കട്ടി തുണ്ടാക്കിക്കൊണ്ടിരിക്കണം, തുണ്ടം. കിടക്കണ കിടപ്പ് ഈ സാധനത്തിന് എല്ലില്ലാത്ത സാധനമാണ് അല്ലേ? എന്തായാലും ഒന്ന് കഴിക്കണം. എന്നാലൊരു നാര് പോലത്തെ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? നല്ല എന്താ പറയാ മീൻ ഫ്രൈ പോലെ ഉണ്ട്. അതെ പൂര ഫ്രൈ പോലെ ഉണ്ട്. നമ്മളെ മീനിന്റെ ഒരു ടീപ്പനല്ല കട്ട് ചെയ്ത് തരുന്നേരം. അതെ കട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ മീനാന്ന് വെച്ചാൽ അതെ കണ്ണടച്ച് മീനാന്നും പറഞ്ഞ് കഴിച്ചോളാം. കണ്ണടച്ച് ഇരുട്ടാക്കിയിട്ട് കാര്യമില്ല ചേട്ടാ. വേറെ കാര്യമില്ല, അതാ പറഞ്ഞ ഇനി തിന്നു ഇപ്പം തുടങ്ങിയിട്ടുണ്ട്. ടേസ്റ്റ് പിടിച്ച എന്തെങ്കിലും ഒരു തീറ്റ ഉണ്ട്. ആ മണ്ണും ചുരുട്ടി പിടിച്ചൊരു കഴിക്കല്. നമ്മളെ തലശ്ശേരി ബിരിയാണി ഉണ്ട്. ഫ്രിഡ്ജിൽ വെച്ചോട്ടോ, എല്ലാം വെച്ച് ഇപ്പോഴേ ചെയ്തേക്കണ്ട. ഇന്ന് ഒരു ഉത്സവമായിരിക്കും, ഉത്സാഹം. Né quá. Con trà đắng mua trái dừa. തിന്നാ തീരുന്നു. RIP കുരിശ്. Hai trái đi. നല്ല മീറ്റാണ് തോന്നുന്നു. നല്ല മീറ്റാണ്. എന്തൊരു സാധനം ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ എല്ല് പോലെ അതായത് നാര് പോലെ നടുവിന് ഇങ്ങനെ ഒരു സാധനം പോയിട്ടുണ്ട്, നാര് പോലെ. നമ്മളെ മീനിലുള്ള മുള്ളു പോലെ അല്ലേ? അതേപോലെ
ഗൈസ് എന്തായാലും ജീവനോട് ഈ സാധനം കൈ പിടിച്ചല്ലേ, അപ്പോൾ ഇതിനെ പീസാക്കിയിട്ടും കൂടെ ഒന്ന് കൈ പിടിക്കാം. യാ പച്ചക്കുന്നല്ലേ ഒരു സൈഡിൽ നിന്ന് കഴിച്ചു പോലെ ചൂടിലൊക്കെ വാങ്ങി. ഹലോ, വേറെ ലെവല് സാധനം എല്ലാം ഉണ്ടല്ലോ, ചെറിയ എല്ലുണ്ട്. പച്ചറച്ചി, പക്ക പച്ചറച്ചി വേണം. പച്ചറച്ചി സ്മെൽ ഇതിൻ്റെ. അതന്നെ എല്ലുണ്ട്, നടുവിൽ കൂടെ ഒരു എല്ല് പോണുണ്ട്, നേരിയ എല്ല് ഇതുണ്ടല്ലേ. ഓക്കെ, യു കണ്ടിന്യൂ. 2 കിലോ 2 കിലോ അടുത്ത് വരുന്നുണ്ട്. 2 കിലോ എടുത്തിട്ട് വരുന്നുണ്ട്. ഓക്കെ, എന്തായാലും കട്ടിങ് എല്ലാം ഉഷാറായിട്ട് കിടക്കട്ടെ. ബാക്കി ഇനി കറി വെക്കുന്ന സംഭവം കൂടെ ഇനി കാണിച്ചു തരാം. എന്നിട്ട് ഇവര് തിന്ന് തീറ്റിപ്പിച്ച് പറ്റുമെങ്കിൽ ചിലപ്പോൾ നമ്മളും തിന്ന് കാണിക്കും. പാമ്പ് ഫ്രൈ ആണ്, പാമ്പ് ഫ്രൈ. റൈസ് എന്തായാലും എടുത്തല്ലേ പോയി കൈയൊക്കെ കഴിയിട്ട് വന്നത്. പാമ്പ് ഫ്രൈ, പാമ്പ് എലി ലഫ്നാസിന്റെ ഫാമിലിനെ കാണിച്ച് അറപ്പിക്കുന്നതാണ് എലിനെയും ഇതിനെല്ലാം. ഇത് പാമ്പിന് അഡ്കഷൻ ആയിപ്പോ തിന്നാൻ പോകുന്ന വീഡിയോ എടുത്തിട്ട്. ഇത് നമ്മളെ ബ്ലോഗർ വേറെ അറിയോ? ആരാ ഇത്? എൻ്റെ പെങ്ങളെ പോലെ. ഹലോ, അല്ല ഗൈസ്, അപ്പോൾ ഇത് നമ്മളെ ഇൻഗ്രീഡിയൻസ്. ഇതാൻ്റെ ഉമ്മ കേട്ടാ. അസ്സലാമലൈക്കും. ഞങ്ങള് ചെറിയ പാമ്പിനൊക്കെ വന്നിട്ടേ ഇതെല്ലാം കൂടെ കറി വെച്ചിട്ട് ലഫ്നാസിനെ തീറ്റിക്കാനുള്ള പരിപാടിയിലാണ്. അത് നമ്മളൊരു പരീക്ഷണമാക്കിയിട്ട് ലഫ്നാസിനെ പിടി. ഉമ്മ ഇപ്പൊ തന്നെ വിളിക്കും. ലഫ്നാസ് നീയൊന്നും തിന്നല്ലോ. ഉമ്മക്ക് പ്രശ്നമില്ലേ? ഞാൻ ചെയ്യണം. ഉമ്മക്ക് പ്രശ്നമില്ല. ലഫ്നാസ് പാമ്പ് ഇറച്ചി കിട്ടണേലും കുഴപ്പമില്ല. ഓൻ ചെറുപ്പത്തിൽ ചേട്ടൻ തിന്നോ? ചെറുപ്പത്തിൽ ചേട്ടൻ തിന്നോ? ചേരട്ട തിന്നുന്നു. ഇവരെല്ലാം കൂടെ ഇവിടുത്തെ സവാളാണ്. അതായത് ചൈനീസ് സവാളയാണ്. ആഹാ, നല്ല മണം. ഇത് ചൈനീസ് സവാള. ഡിഫറെൻ്റ് ആയിട്ടുള്ള സവാള ഉണ്ട്. അതുപോലെ തന്നെ വെളുത്തുള്ളി, പിന്നെ ഇഞ്ചി, ഇതെല്ലാം കൂടെ മിക്സാണ്. മുളക്, പിന്നെ ഇത് എന്താണ്? സോസ്. സോസ് കാറ്റൊക്കെ എന്നും പറഞ്ഞിട്ടൊരു സോസ്. മുളക് പോലെ ഉണ്ട്, സ്പൈസി ടൈപ്പാണെന്ന് തോന്നുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇവിടെ വേപ്പില പോലത്തെ സാധനമൊക്കെ ഉണക്ക പാക്കറ്റിലായിട്ടാണ് കിട്ടണത്. മസാലയുടെ ബാക്കിൽ മസാല ഉണ്ട്, അതിൻ്റെ കൂടെ തന്നെ മസാല സെറ്റാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് വരുന്നത്. പിന്നെ ഓയിൽ, എണ്ണ. ഇതെന്ത് ഓയിലരി? വെജിറ്റബിൾ ഓയിൽ അല്ലേ? വെജിറ്റബിൾ ഓയിൽ. പിന്നെ ഉപ്പ്. അജിനോമോട്ടോ. ഉപ്പ് അജിനോമോട്ടോ. അതെ. ഇത് പഞ്ചസാര പോലെ ഒരു സ്വീറ്റ് ഉണ്ടാവും എല്ലാത്തിലും, എല്ലാ കറിയിലും എല്ലാത്തിലും ഒരു സ്വീറ്റ് ഉണ്ടാവും. ഓക്കെ. ഇതുണ്ടല്ലേ, എല്ലാം വെട്ടി ക്ലീനാക്കി ഇറച്ചി ഇതാ പക്കയാക്കി എല്ലാം പീസ് ആക്കിയിട്ടുണ്ട്. പീസ് പൊളിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിനി കറി വെക്കാം. സ്റ്റൗ റെഡി. നമ്മളെ ചെക്കനിതാ. കറി വെക്കാനുള്ള സ്റ്റൗ ഒക്കെ റെഡിയാണ്. സ്റ്റൗ കൊള്ളാട്ടോ. അത് ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റിയ ടൈപ്പ് സ്റ്റൗ. ഗൈസ്, അങ്ങനെ കറി വെക്കാൻ വേണ്ടി മസാലയ്ക്കുള്ള ആദ്യത്തെ സ്റ്റെപ്പ്. അജിനോമോട്ടോ ഇവരെ മെയിനാണ്. അജിനോമോട്ടോ മെയിനായിട്ട് നമ്മുടെ അവിടെ അധികം പാടില്ലെന്ന് പറയുന്ന സാധനമാണ് ഇവർ മെയിനായിട്ട് ഇടുന്നത്. കണ്ടില്ലേ? അജിനോമോട്ടോ ആദ്യം വെച്ച് അങ്ങോട്ട് തൂകി ടേസ്റ്റ് കൂടാൻ വേണ്ടി. ഓ, അത്ര ചൂടുമല്ലേ? അജിനോമോട്ടോ ഇവരെ കഞ്ഞി വെള്ളത്തിലിടും. മറ്റേ മസാല പാക്കറ്റ് പൊട്ടിച്ചിട്ടുണ്ട്. മറ്റേ വേപ്പില പോലത്തെ സാധനവും മസാല പാക്കറ്റും കൂടി ഇട്ടിട്ട് സെറ്റ് ഗൈസ്. ആഹാ, കിടില മസാല ഉണ്ടാകും. മസാല ഇവിടുത്തെ മെയിൻ ഷെഫാണ് നമ്മൾ അല്ലേ? സ്നേക്ക് ഷെഫ്. നല്ല വേണം. മറ്റേ ആ സോസ് പോലത്തെ സംഭവം, സ്പൈസി ടൈപ്പ്. കേട്ടാ. അത് അങ്ങനത്തെ തട്ടിയിട്ടുണ്ട് കേട്ടോ. ഫുള്ള് നല്ല സ്പൈസി ആക്കി കിട്ടില്ല കറിയാണ് കഴിച്ച് വെക്കാൻ വേണ്ടി പോകുന്നത്.
മുളകിട്ട് മുളകിട്ടത് ഇത് വെട്ടുകത്തി വലിയ കത്തി എലിന്റെ മേത്താണ് നമ്മളിത് കുക്ക് അതാണ് വിറ്റ്. ഇത് കണ്ടില്ലേ ഇവിടെ താഴത്തെ എലി, ഇവിടെ മേളില് പാമ്പ്. അതാണ് മെയിൻ ഹൈലൈറ്റ്. അടിച്ച് ചതച്ചിട്ട് പീസാക്കി. എലിപ്പനിയും വരുമെന്ന് വരും. ഇവര് നല്ല സ്പീഡിൽ ചെയ്യാൻ സംഭവങ്ങൾ. എല്ലാം എടുത്ത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ കൂട്ടി കുഴപ്പമെന്ന് തോന്നല്ലേ. ഈ മസാലയുടെ മണമൊക്കെ ഒരിക്കുമ്പോഴത്തേക്ക് വായിന്ന് വെള്ളം വരുന്നുണ്ടല്ലേ ആരിഫ്? അതെ ഇല്ലേ? അതെ. മുളക് കിരികിര പഞ്ചസാര വെച്ച മുളകിട്ട് ഒരു ഉമ്മായി മോനും തമ്മിൽ എന്തോ സംസാരിച്ചോണ്ടിരുന്നത്. അധികം പഞ്ചസാര വേണ്ട. പഞ്ചസാര ഇല്ല അവരിട്ടോട്ടെ അവരുടെ ടേസ്റ്റിൽ. ഒരാൾ അധികം പഞ്ചസാര വേണ്ട വെച്ച് ഇതൊക്കെ. ലോട്ടറി വേണ്ടി വന്നിട്ടുണ്ട്. ലോട്ടറി എടുത്ത് അടിക്കട്ടെ. ഞാൻ പ്രോത്സാഹിച്ച് കിട്ടില്ല. ഇല്ല ടൈപ്പ് ഞാൻ എടുക്കാത്തൊരു സംഭവം ഇതൊക്കെ. പിന്നെ ചുമ്മാ തമാശ പറഞ്ഞുള്ളൂ. കച്ചകച്ച് അടുത്ത ഐറ്റം എന്താ വന്നിട്ടുണ്ടല്ലോ. ഓയിലാണെന്ന് തോന്നുന്നു. ഓയിൽ ഒഴിച്ച് മിക്സ് ചെയ്യാൻ പോകുന്നു. ഉപ്പ് മൊയ് ഉപ്പിന് മൊയ് എന്നാണ് പറയുന്നത്. ഉപ്പും പഞ്ചസാരയും പച്ചമുളകും അതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനിയൊരു പിടുത്തമുണ്ട്. ഇനിയൊരു പിടുത്തം. മസാല നല്ല മണം. ശരിക്കും മസാല സ്മെല്ലൊക്കെ വരുമ്പോഴത്തേക്കും ചെറിയൊരു കൊതി പോലെ ഉണ്ട്. ഇനി കഴിക്കാന്നും കൂടെ ഒന്ന് ആലോചിച്ച് നോക്കണം. ഇനി ഇതൊക്കെ വെച്ചിട്ടുള്ള പരിവ് എന്താണെന്ന് അറിയണം. എന്നിട്ട് വേണം കഴിക്കണം വേണ്ടെന്ന് അറിയാം. യെസ്, അടുപ്പ് കത്തിക്കുകയാണ് ഗൈസ്. അടുപ്പ് കത്തിക്കുകയാണ്. ഉമ്മായും മോനും കൂടെ അടുപ്പൊക്കെ കത്തിച്ച് Actually, what's your name? Tôi gái Việt á. What's your name? Tôi gái người Việt Nam á. Việt Nam. I'm Arif. You? My name Hiền. Hing. Das. Das. Saddam. Das, you don't have school. Saddam. Yeah. First step, oil വെക്കേണ്ടത്. ഓയിൽ കിടന്ന് തിളച്ച് പൊരിക്കാൻ പോണെന്ന് വേണ്ട. മറ്റേ റോസ്റ്റ് പോലത്തെ പരിപാടിയാണ്. ചൂടുണ്ടാ ചട്ടി ചെറുതായിട്ടൊന്ന് ചരിച്ചു വെക്കാം. നമ്മളെ വെളുത്തുള്ളിയും വയറ്റണ്. Nấu gắn. Nó cho gần gas hết anh ơi. ഗ്യാസ് കഴിഞ്ഞിട്ടാ ചെറിയ സിലിണ്ടർ കൊള്ളാല്ലേ. സ്റ്റൗ കൊള്ളാം. ഈ നമുക്ക് ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ എടുത്തോണ്ട് പോകാൻ പറ്റിയ അടിപൊളി ചെറുത് വരുന്നുണ്ട്. കൊള്ളാം സംഭവം. ഇളക്കട്ടെ. അരിഫൊന്ന് പിടിച്ചേ അങ്ങോട്ട്. എന്റെ കൈ വരാത്ത പാമ്പ് കറി വേണ്ട കൈ. അതെ, ഞാൻ വീട്ടിലാണെങ്കിലും കുക്കിംഗ് വീഡിയോയിലൊക്കെ ഇളക്കും. അപ്പൊ ഞാനിനി കറി വെച്ചില്ല എന്ന് വേണ്ട.
സ്റ്റവ് വന്നിരിക്കുന്നു. കൂടെ പോയി പേടിപ്പിക്കുമോ? ഗ്യാസ് സിലിണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ബഷീർ ബ്രോ കറി വെക്കാൻ പോവുകയാണ്. പാമ്പ് കറി, ഇന്നത്തെ സ്പെഷ്യൽ പാമ്പ് കറി. ഓക്കെ എന്നാ ചേച്ചി ഇതോടെ വെച്ചോ. പാമ്പിനെ വേണ്ട. പാമ്പ് കറി ഇനി പാമ്പിലിട്ടിട്ട് ഇളക്കിട്ടായിരുന്നു. നല്ല മണോ, നല്ല സ്മെല്ല് വരുന്നുണ്ട്. നല്ല അടിപൊളി സ്മെല്ല്. ആ വെളുത്തുള്ളിയും ആ ഇഞ്ചിയും അതേപോലെ തന്നെ മുളകും ഇതെല്ലാം കൂടെ ആയിട്ട് നല്ല സ്മെല്ല്. ഇനി പാമ്പ് മസാല ഇട്ട് വെച്ചത് അവിടെ മസാല പിടിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണേ. മസാല ഇട്ടത് ഇവിടെ വെച്ചിട്ടുണ്ട്. പാമ്പ് മസാല. പാമ്പെത്തിയിരിക്കുന്നു കേട്ടോ. ഓക്കെ യു കണ്ടിന്യൂ. അതൊന്ന് ചൂടാട്ടെ. എന്തോ ചേട്ടി പറയുന്നുണ്ട്. എന്താ പറഞ്ഞു പറഞ്ഞേ? വ്യക്തമാക്കൂ. എന്താ പറഞ്ഞേ? വെയിറ്റ് ഉണ്ട് അതെ. ഇന്നിങ്ങനെ ഒരു സാധനം ഇരിക്കട്ടെ, തമ്മയിൽ കൊടുക്കല്ലേ. ഇന്നത്തെ നമ്മുടെ കറി പാമ്പ് കറി. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് പാമ്പ് വാങ്ങി ഇവരെ കൊണ്ട് കട്ടിയിപ്പിച്ച് നമ്മൾ കുക്ക് ചെയ്തിട്ട് അവർക്ക് തിന്നാൻ കൊടുക്കുന്നത്. അവർക്ക് തന്നെ കൊടുക്കും. ഓക്കെ 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 എടുക്കണ്ട. ഓക്കെ ഓക്കെ. പാമ്പ് ഫുള്ള് ചട്ടിയിലായി. മസാലയൊക്കെ തുറച്ചിട്ടെ. മസാല ഒന്നും വെച്ചൊക്കെ പോലെ. ഓക്കെ ഓക്കെ. പാമ്പ് കറി ഇനി ബഷീർ പാമ്പ് കറി വെച്ചില്ലെന്ന് പറഞ്ഞു. അതെങ്ങനെ ഉണ്ടായിരുന്നു? പാമ്പ് കറി. ആ പേപ്പർ പിടിച്ചോ. പിടിക്കാൻ മണങ്ങനില്ല. അവരൊക്കെ ചിരിക്കണേ. നല്ലോണം കുക്ക് ചെയ്യുന്നുണ്ടെന്നാ പറയുന്നത്. I help my family. ഓർക്കെന്ത് ഫാമിലി? ഏത് ഫാമിലി? മസാലൊക്കെ നല്ല മിക്സ് ആക്കിയിട്ടുണ്ട്. അതെ അതെ. ലൈഫിൽ എപ്പോഴെങ്കിലും വിചാരിച്ചിരുന്നു ഇങ്ങനെ പാമ്പ് കറി കഴിക്കുന്നതായിട്ടും? ഞാൻ എൻ്റെ സ്വന്തം ശരിക്കും അതിന് എനിക്ക് സ്പെഷ്യൽ താങ്ക്സ് പറയാനുള്ളത് ആരിഫിൻ്റെ അടുത്തും നമ്മുടെ അതിൻ്റെ പേര് ലഫ്നാഫിൻ്റെ അടുത്തുമാണ്. കാരണം ഇവിടെ വന്നിട്ട് നമുക്ക് പാമ്പ് കറിയൊക്കെ വെച്ച് ലൈഫിൽ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സംഭവം ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു പരിവായി വരുന്നുണ്ടല്ലേ? ഒരു പരിപാടി വരുന്നുണ്ട്. വാല് കാണുമ്പോ കണ്ടിച്ച് പറിക്കാൻ തോന്നി. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ പാമ്പ് കറി. മസാല തേച്ച് പിടിപ്പിച്ച് നല്ല അടിപൊളി ഇളക്കി സെറ്റാക്കി വെച്ചത്. ഇതിങ്ങനെ ഫ്രൈ ടൈപ്പാ? അല്ല, എനിക്ക് തോന്നുന്നത് റോസ്റ്റ് ടൈപ്പാണെന്ന് തോന്നുന്നു. റോസ്റ്റ് അല്ലേ? ഒരു റോസ്റ്റിൻ്റെ ടച്ച്. അതെ. ഇവിടെ ഇങ്ങനത്തെ വണ്ടിയൊക്കെ ഉണ്ട് കേട്ടോ. പറയാൻ പറ്റില്ല. ലഫ്നാസ് പാവങ്ങളാ പറഞ്ഞത്. ഇവിടുത്തെ ഏതെങ്കിലും സ്റ്റാളിന്റെ ഓർഡറിന്റെ വണ്ടിയായിരിക്കും. പാമ്പ് വിറ്റിട്ട് BMW എടുത്തിട്ടാ ബെൻസ് എടുത്തിട്ടാ പോകുന്നത്. ഇല്ല, പാവങ്ങളാമേ ഒട്ടും വൃത്തിയില്ലാത്തവരാണത്. അത് കേട്ടിട്ട് ചിരി വന്നിട്ടേക്കാണ്. കുറച്ച് തിളക്കട്ടെ കേസ്, വേഗട്ടെ. നല്ല ചൂടുണ്ടല്ലേ? ഭയങ്കര ചൂട്. നമ്മളെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ടല്ലോ ബഷീർ ബ്രോ. പിന്നെ പോളി ഇവിടെ തിളച്ച് മറിഞ്ഞു. ഇത് സംഭവമില്ലേ നമ്മുടെ നാട്ടിലെ കിടിലം ബീഫ് കറി പോലെ ഉണ്ട്. അതെ, നാട്ടിലതേ കറിന്റെ ഒരു ടൈപ്പ് തന്നെ. അതെ, കാണാൻ നോക്കിയാ നെയ്യ് നോക്കിയേ പാമ്പിന്റെ മുളകിട്ട പോലത്തെ. എനിക്ക് സത്യം പറയില്ലേ, ബീഫിന്റെ നെയ്യില്ലേ, ബീഫിന്റെ നെയ്യ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതത് കാണുമ്പോഴത്തേക്ക് അകത്തൊരു കൊതിയൊക്കെ വലുണ്ട്.
പക്ഷെ മസാല അടിപൊളിയുണ്ട്. നമ്മുടെ ഇതിലും ബീഫ് കറി വെക്കണ ഒരു ടൈപ്പ് മസാലയാണ് ഈ വന്നത്. അത് നല്ല മണമൊക്കെ ഉണ്ട്. തിളച്ച് മറിയണേ, ഒന്നൊന്നര പാമ്പ് കറി. ഇത് മറ്റേ വയറ് പോലത്തെ പീസല്ലേ? അതിന്റെ വയറിന്റെ ഉള്ളിലത്തെ ഒരു പീസ് ഉണ്ടല്ലോ, കുടല് പോലെ, അങ്ങനത്തെ ഒരു സംഭവം. അതിന്റെ ആമാശ കരിയുന്നില്ല. ഇവിടെ തിന്നാൻ വേണ്ടി ടെസ്റ്റർമാർ ഇവിടെ ഉണ്ട്. ടെസ്റ്റർ 1 എല്ലാരും വെള്ളം ഊറി വെയിറ്റ് ചെയ്യണത്. ഹലോ ഹലോ. അമ്മച്ചിയുടെ തൊട്ടിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട്. Làm giống con quay đó. Tôi trốn rồi kìa. ഗൈസ്, ഇവിടെ ചുറ്റിന് എല്ലാരും വായിൽ വെള്ളം ഊറി വെയിറ്റ് ചെയ്യലുണ്ട്. ഇതിന്റെ മണമൊക്കെ അടിച്ചിട്ട്. ആരിഫേ കഴിക്കണ്ടേ നമുക്ക്? കഴിക്കാം. കഴിക്കോ? കഴിക്കും. കഴിക്കാണെന്തോ. എന്നാലും അവര് കറി വെച്ചേക്കണൊക്കെ നല്ല നീറ്റായിട്ട് കഴുകി ക്ലീൻ ആക്കിയിട്ടൊക്കെയാണ്. അതെ. പിന്നെ പാമ്പാണ്, പാമ്പിന് പാമ്പാണ് എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഇവിടെ ഉള്ളൂ. അതെ. ഓക്കെ, തിളച്ച് മറിയട്ടെ, തിളക്കട്ടെ. നോക്കിയേ, തിളച്ചുകൊണ്ടിരിക്കും. തളകളക്കണുണ്ട്, തളകളക്കണം. സോസ് പിടിച്ച്. ഓ, നല്ല തിളച്ച് മറിയണുണ്ട്. പാമ്പിന്റെ പീസ് ഇതാ. ഗൈസ്, ഇനി നമ്മുടെ ലെഫ്റ്റനന്റിന്റെ കൈ വന്നില്ലെന്ന് വേണ്ട, ആ ഒരു പരാതി നമ്മൾ തീർക്കണേണ്. അത് അവിടെ ഈ അമ്മമാരുടെ പോക്കെ കറക്കൊക്കെ ഇട്ടിട്ട് നമ്മളെ പാമ്പ് വറുത്തത് വറുത്തല്ലേ കറിയാണത്. ഇത് വറുത്ത് വരും. നമ്മൾ ഫുള്ള് ഞാൻ വറക്കണ്ട, അതിന് ചട്ടി തീർത്തിട്ട് വറക്കേണ്ടി വരും. അപ്പൊ നല്ല അടിപൊളി പാമ്പ് കറി റെഡി ആയിക്കൊണ്ടിരിക്കും. കുറച്ചുകൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ചിക്കൻ കറിയാവും. നല്ല പാമ്പിന്റെ വാലല്ലേ ഇതാ, അടിപൊളി പാമ്പിന്റെ വാല്. അത് പാമ്പിന്റെ വാലല്ലേ, അത് കുടല. നീ ഇവിടെ കുടല, ഉള്ളിലത്തെ കുടലത്. നീ വന്ന ലക്ഷ്യം മറന്നിട്ട് വേറെ ലക്ഷ്യത്തിലേക്ക് പോകണം. എനിക്കിത് മനസ്സിലായി. അവരിതിന് കണ്ടിന്യൂഷൻ ഒന്നും മനസ്സിലായില്ല. എന്തെല്ലാം ഇട്ടേനോ എനിക്കറിയാം. അതാണ് അതാണ് ഗൈസ്, എന്നെ തകർക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത് വീണ്ടും തുടരുകയാണ്. ഞാനൊരു പാവം, എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല. കുഴപ്പമില്ല, നമ്മുടെ ലെഫ്റ്റനന്റ് ഫാൻസ് ലൈക്ക് കമന്റിൽ എന്തായാലും ഉറപ്പായിട്ട് ഒരു സാധനം ഉണ്ടാവും. ചേച്ചിട്ട് അതിന്റെ സപ്പോർട്ട് വിളിക്കാൻ. ചേച്ചിമാരെ മാത്രമേ വിളിക്കുള്ളൂ സപ്പോർട്ട്. ഇത്രയും ചേട്ടന്മാരെ ആരും വിളിച്ചില്ല. കാരണം എന്താ പറയുന്നത്, ഇവിടെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ഇവിടെയൊക്കെ നിയന്ത്രണം സ്ത്രീകളുടെ കയ്യിലാണ്. എല്ലാ കടകളിലും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിയന്ത്രണം സ്ത്രീകളുടെ കയ്യിലാണ്. അപ്പോൾ ഞാൻ കൂടുതലായിട്ട് സ്ത്രീകളോട് അടുക്കുന്നത് നമുക്ക് ഇത്തരം എന്തെങ്കിലും നല്ല കിളികളെ കിട്ടാനോ അല്ലെങ്കിൽ ഈ പക്ഷിയെ കിട്ടാനോ അങ്ങനെയൊക്കെ ആയിട്ടാണോ നോക്കുന്നത്. തെറ്റിദ്ധരിക്കും. കണ്ടാ എന്നെ തകർക്കൽ, എന്നെ തകർക്കൽ, നല്ല ഒന്നാന്തര കോഴി, എന്നെ തകർക്കൽ, വെറും എന്നെ തകർക്കൽ. അപ്പൊ നമുക്ക് വീണ്ടും വിഷയത്തിലേക്ക് വരാം. പാമ്പ് കറി. പാമ്പ് കറി ഞാൻ വാല് വേണ്ടത് ഞാനൊരു പ്രതിജ്ഞയാണ്, ഞാൻ ഈ പാമ്പ് കറി ടേസ്റ്റ് നോക്കും. എല്ലാവർക്കും വേണ്ടി ഞാനത് ചെയ്യും. പൊളിക്കും. ഞാൻ ടേസ്റ്റ് അല്ല, നമുക്ക് ടേസ്റ്റ് നോക്കാം. എന്തായാലും നമ്മൾ കട്ടിയിലാക്കിയല്ലോ, എന്തായാലും കഴിക്കണ്ടേ. അതെ. ആരിഫ് ഒന്ന് റെഡി. യാ മോനെ സാധനം എങ്ങനെയുണ്ട്? മധുരണ്ട്, മധുരണ്ട്. ടേസ്റ്റ് നോക്കിയത് വേണ്ട. പക്ഷെ ആരിഫാണ് തകർത്ത്. ആരിഫ് അത് പൊളിച്ചു. ആരിഫ് അതിന്റെ ചാറിന്റെ ടേസ്റ്റെങ്കിലും നോക്കിട്ടാ. നീ പറഞ്ഞ വാക്ക് നീ അത് മാറ്റി പറയുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വാക്ക് പാലിക്കുന്നവനാണ്. ഉള്ളിയിടാണ് ചേച്ചി, ചേച്ചി ഉള്ളിയിടാണ്. ഉള്ളിടെയാണ്, ഉള്ളിട്ടോളും. നല്ല അടിപൊളി സവാള, ചൈനീസ് സവാള. സവാള കൂടി ഇട്ടിട്ട് ഒരു മറിക്കുന്നുണ്ട് ഗൈസ്. ഞാനിതാ Bắt không được. Đừng bắn tôi không. Tôi không được quay. Còn cái này. Có cái con khác đây. Cái này không được. അത് കൊത്തുന്നു എനിക്കൊരു പ്രശ്നമില്ല. നീ എരന്ന് വാങ്ങിക്കണോ ഓരോ പണികളൊക്കെ? Không được.
കമ്മ്യൂ ഇവിടെ ഇത്ര കാര്യം കോഴിയും താറാവിലുണ്ടായി നമ്മൾ പാമ്പ് കണ്ടിട്ട് മനസ്സിലായി. അതെ. ഓക്കെ അതിനെ പിടിക്കാം. ഇവന് ഇവിടെ എന്നിട്ട് ഓരോ ഓഫർ അടിച്ചോണ്ടിരിക്കണേ. ഞാൻ അത് പറഞ്ഞു വൈകിട്ട് പൈസ കൊടുക്കണ്ടേ? Hàng đó là hàng cấm, không quay được. ഓ Cấm. അല്ലെ ആക്ച്വലി എന്താ പറഞ്ഞത്? വരൂ, നിങ്ങൾ എൻജോയ് ചെയ്യും. എന്താണ് പറഞ്ഞത്? അടിപൊളി മനോഹരമായ ഈ മനോഹരമായ തലക്കെന്തോ അപകടം പറ്റിക്കല്ലോ. മനോഹരമായ പക്ഷിയുടെ തലക്കെന്തുണ്ട്? Sao rồi? എന്തോ സംഭവിച്ചിട്ടുണ്ട്. എന്തോ തലക്കെന്തോ പറ്റിയിട്ടുണ്ട്. തലക്കെന്തോ തകരാറുണ്ട്. പിടിച്ചിരിക്കുന്നില്ല അഥവാ പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഇത് പൈസ കൊടുക്കും. പൈസ കൊടുക്കേണ്ടി വരും. ഇതിന്റെ ഒരു മില്യനാണ് ഇവർ പറയാ. പാമ്പറച്ച് വറക്കുന്നു. ഗൈസ് അങ്ങനെ ഏതാണ്ട് നമ്മുടെ പാമ്പ് കറി ഏതാണ്ട് ഫൈനൽ സ്റ്റേജിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ എത്ര വരെയൊക്കെ വെച്ചിട്ട് 10 മിനിറ്റ് ആയില്ലേ? ആ നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇനി കഴിക്കണോ വേണ്ടത് ഞാനിപ്പോൾ ആലോചിച്ചിട്ടിരിക്കുന്നത്. നമ്മുടെ ആരിഫ് അതിന് കറിയുടെ ടേസ്റ്റ് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ഞാനിപ്പോഴും കൺഫ്യൂഷൻ സ്റ്റേജിൽ. നമ്മളിപ്പോ ചെയ്യുന്നത് പിന്നെ ഉമ്മാറുടെ ധൈര്യത്തിൽ ചിലപ്പോൾ ഞാൻ ടേസ്റ്റ് നോക്കി ടേസ്റ്റ് നോക്കിയിരിക്കും. കൊടുക്കുന്നത് ഇതാണ് guys. പാമ്പ് കറി. ഗൈസ് അങ്ങനെ നമ്മുടെ പാമ്പ് കറി റെഡിയാണ്. ആദ്യം തന്നെ ട്രൈ ചെയ്യാൻ വേണ്ടി നമ്മൾ പോണ ചേച്ചിയാണ്. ചേച്ചി ആക്രാന്തം കൊണ്ട് ആദ്യം കയറി നല്ല നല്ല കനമുണ്ടെന്നും കൊണ്ടാണ് ചേച്ചിക്ക് പൊതിയൊന്നും തോന്നി. ഇതെന്റെ പൊതിയാണ് guys, ഇതെന്റെ പൊതി. കൊതി കൊണ്ട് നല്ല പോകാനാണ്. ആ എല്ലാം കഴിച്ചാൽ മതി. പതുക്കെ സമാധാനം. ഇതെല്ലാം നിങ്ങൾക്കുള്ളത്. അതെ അതെ. കട്ടിയുണ്ട് ചവക്കുമ്പോഴേ കര വരാന്നിരിക്കുന്നുണ്ട്. ഇത് റബ്ബർ പാമ്പോ? ടേസ്റ്റ് ഉണ്ടോ? ഓക്കെ ഗുഡ് 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 Good, good, ഗുഡ് good. Ngon. Good. ഗുഡ്. കനം ഭയങ്കര കനം കട്ടിയുണ്ട് അല്ലേ? ഭയങ്കര കട്ടിയുണ്ട്. രക്ഷയില്ല, ഇങ്ങനെ രക്ഷയില്ല. Ngon. അടുത്ത ബഷീർ ബ്രോ ടേസ്റ്റ് നോക്കി. ചേച്ചി കൂടെ നെയ്യ് കഴിപ്പിക്കാം. This one, please eat this. എനിക്ക് ഭയങ്കര മൈ ഫേവറേറ്റ്. ആ അത് മറ്റേ പാമ്പ് പോലെ തന്നെ പോയിക്കേ. അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിടക്കണ നീളത്തിൽ. This one, this. Ăn hả? അളിയാ കഴിക്കളിയാ. അല്ല എനിക്ക് ഏറ്റവും കൂടുതൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം നെയ്യ്. ബീഫിന്റെ ഒക്കെ നെയ്യ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതേപോലെ എന്റെ ഒരു ആഗ്രഹം ചേച്ചി നിറവേറുകയാണ്. ബ്രോ അടുത്ത ടേസ്റ്റ് കറി ആയി മോനെ. കറി റെഡി ആയി കഴിഞ്ഞാൽ ഓഫ് ആയി കഴിഞ്ഞാൽ Good, good. Good. Nice. You taste. Okay. Được rồi. ആയിക്കില്ല കറിയാട്ടെ കറി റെഡിയാണ്. ഇവൻ ആടിയിടലിൽ കുറെ ആൾ ഇൻവൈറ്റ് ചെയ്തിരുന്നു പറഞ്ഞേ. അതെ കുറെ ആള് വരും. അതാണ് വിറ്റ്. ഇവന് മറ്റേ എന്താ പറയുക കല്യാണം വിളിക്കണവര് ഇവന് ആന്റിമാരെ മൊത്തം നടന്ന് വിളിച്ചിട്ടുണ്ട്. ഇന്ന് എന്റെ കല്യാണമാണ്, ഉച്ചക്ക് പാമ്പ് കറിയാണ് സ്പെഷ്യല്. അപ്പൊ എല്ലാരും വന്നിട്ട് പാമ്പ് കറി വന്ന് കഴിക്കുന്നത്. കുറെ ആൾക്കാരുടെ വരുന്നുണ്ട്. ആന്റിക് പീസ് ഇവരൊക്കെ ഞാൻ പറഞ്ഞില്ലേ ആന്റിലെ പറയാണ് എന്നെ തകർക്കാൻ നോക്കുന്നത്. കളിക്കാനില്ല ഈ കളിക്കാനുള്ളത് എന്നെ വിട്ടേക്കുന്നത്. അപ്പോ ലഫ്നാസിന്റെ വീട്ടുകാരോട് എനിക്ക് പറയാനുള്ളത് ഇവർ എത്രയും പെട്ടെന്ന് ഒരു കല്യാണം കഴിപ്പിച്ചോളാണ് എനിക്കൊരു അഭ്യർത്ഥന. അതെ പ്രിയപ്പെട്ടവരെ, എനിക്ക് വളരെ വേദന കൂടിയാണ് ഞാൻ പറയുന്നത്. ഞാനിവിടെ ഒറ്റപ്പെട്ടിരിക്കുകയാണ്. എനിക്കറിയില്ല ഒരു സമൂഹം മൊത്തം നിന്റെ കൂടെ ഉണ്ട്. ധൈര്യമായിട്ട് എനിക്ക് കൂടുതൽ കളിച്ചാൽ ഞാൻ ആന്റിമാരെ വിട്ടിരിക്കും. അതെ ഇവിടുന്ന് പോകാൻ നമ്മൾ എത്ര ആൾക്കാരുണ്ടോ നമുക്ക് പറയാം. അതാണ് അതുകൊണ്ട് സ്ഥലമില്ലേ? പ്രതീക്ഷിക്കാൻ പറ്റില്ല. സ്ഥലമില്ല.
നല്ല അടിപൊളി പാമ്പിന്റെ സ്മെല്ല് ചെയ്യുന്നുണ്ട്. കണ്ട കഴിക്കാൻ അവർ കഴിക്കാൻ തന്നെ നമ്മൾ തന്നെ ക്ലീൻ ചെയ്യും. കണ്ട കഴിക്കാൻ തോന്നുന്നത് അടിപൊളി പാമ്പാടി. ഉള്ളി പീസ് എടുത്ത് ഞാനിത് ടേസ്റ്റ് ചെയ്യാൻ റെഡി ആക്കാൻ ഞാൻ ടേസ്റ്റ് ചെയ്തു. ഒന്നുകൂടി വേണം. വെന്ത് ഒന്നുകൂടി വേണം അല്ലേ? വെന്ത ഫുഡ് ഞാൻ കഴിക്കാം. എന്തോ സാധനം എടുത്ത് തരുന്നുണ്ട്. ഛർദ്ദിക്കുമെന്നായിരിക്കും. ഞാൻ ഒരു ടെൻഡൻസി വെച്ച് കഴിക്കണ്ട. ഞാൻ കഴിച്ചു കല്ലില്ല. നമ്മൾ ബന്നെത്തിയിരിക്കുന്നു ഗൈസ്. ബന്നെത്തി നമ്മൾ ബിരിയാണി എടുക്കണ്ടേ? അപ്പോൾ നമുക്കിത് ഒരു ബൗളിലേക്ക് മാറ്റാം. യെസ് ഗൈസ്. ഫുള്ള് റെഡി ഗൈസ്. അടിപൊളി. നല്ല തട്ടിപ്പൊത്തി നല്ല ഗ്രേവിയൊക്കെ ആയിട്ട് കിടിലായിട്ടുണ്ട്. നമ്മളവിടെ മറ്റേ മട്ടനും ബണ്ണും ഇതുപോലെ ഞങ്ങൾ കഴിക്കാറുണ്ട്. അതേപോലെയാണ് ഇവിടെ ആയിട്ട് ആ ബണ്ണും ഇതുപോലെ പാമ്പ് കറി, സ്നേക്ക് കറി. എല്ലാവരും അപ്പോൾ നമ്മളൊരു കുടുംബമായിട്ട് എല്ലാവരും കൂടി കഴിക്കാം. എല്ലാവരും കൂടി എന്നിട്ട് കൂടാ. നമ്മളിന്ന് ഇവിടെ ഒരു പരിപാടി വെച്ചിരിക്കുകയാണ് അല്ലേ? വരൂ വരൂ വരൂ, എല്ലാവരും വരൂ. ജോയിൻ ജോയിൻ. ഗൈസ് എങ്ങനെ അപ്പോൾ എല്ലാം സെറ്റ് ചെയ്തിട്ട് എല്ലാവരും കഴിക്കാൻ വേണ്ടി വട്ടം കൂടി റെഡി ആയിട്ടിരിക്കണേണ്. നമ്മളെ പാമ്പ് തന്നെ ആൻറ്റി. ആ, നമ്മുടെ ആൻറ്റി ഒക്കെ റെഡിയാണ്. പാമ്പ് സ്പെഷ്യലിസ്റ്റ്. പാമ്പ് സ്പെഷ്യലിസ്റ്റ്. അപ്പോൾ ആരംഭിക്കലാമോ? ഓക്കെ, ആരംഭിച്ചോ. അപ്പോൾ ഇതാ ഒരു സ്റ്റാർട്ട്. ലെറ്റ്സ് സ്റ്റാർട്ട്. ലെറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നല്ല പീസ് ഉണ്ടായിരുന്നു. ഈ പീസ് എടുക്കുന്നത് ആ കഴിച്ചോ. ലെഫ്റ്റ് സൗണ്ട് ഉണ്ടോ? കൈകൊണ്ട് കഴിച്ചോ. ഒരു സൗണ്ട് കുറവുണ്ടല്ലോ. എനിക്ക് കടിച്ചു പറിക്കും. ഇപ്പം എന്താണ് കുറച്ച് വെന്തില്ല. ഇറച്ചി എത്ര അല്ല, അതിന്റെ കനവുള്ള ഇറച്ചിയാ. വേവ് കുറവാണ്. കട്ടുണ്ട്. നമ്മുടെ ഡ്രൈവർ പ്രോഗ്രാം കഴിക്കത്തില്ല. പോളി പ്രൊഫഷണൽ. എന്താ അവസ്ഥ? എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. ആണോ? കഴിക്കാൻ പഴം അടിപൊളിയാണ്. ആണോ? നല്ല ടേസ്റ്റ് ഉണ്ട്. Mềm không? Mềm không? അവിടെ കൊതിയിട്ട് പിന്നെയും പോയി. Mềm không á? എനിക്ക് രക്കശക്ക. എനിക്ക് അടിപൊളിയായിട്ട് തോന്നി. ഞാൻ ഇത് കഴിച്ചത് എനിക്ക് ഇതിൻ്റെ ടേസ്റ്റ് പറയാനാണ്. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഇത് നല്ല കട്ടിയുള്ള ഇറച്ചിയാണ്. നമുക്കൊരു എന്താ പറയുക, പിന്നെ ഞാൻ മുമ്പ് ഉടുമ്പയൊക്കെ കഴിച്ചിരുന്നു വിയറ്റ്നാമിൽ വെച്ചിട്ട്. അപ്പോൾ അതേപോലത്തെ ഒരു ടേസ്റ്റാണ്. കട്ടിയുണ്ടോ നിനക്കുള്ള തൊലിക്കട്ടിയുണ്ട് പാമ്പിന്? മുമ്പ് നല്ല തൊലിക്കട്ടിയുണ്ട്. പക്ഷേ ഇറച്ചി ആണ് നല്ല അടിപൊളി. 4 വെച്ചാൽ നമുക്ക് വിടാൻ തോന്നി. ഞാൻ ആദ്യം വെറുത്തിട്ട്, പക്ഷെ അതിപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഉള്ളു കഴിക്കുന്നില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. കൊള്ളാല്ലേ? ആരിഫ് എന്താണ് പ്ലാൻ? എനിക്ക് കഴിക്കണോ വേണ്ട? ഞാൻ 2 മൈൻഡിലുള്ളത്. ആരിഫ് ഞാൻ കഴിച്ചാലേ കഴിക്കോളൂ എനിക്കറിയാം. കള്ള നീ കള്ള അവരെ എന്നെ കൊണ്ട് കഴിപ്പിക്കണം, അല്ലേ അവർ കഴിക്കോളൂ. വേണ്ട വേണ്ട, അല്ല നീ കഴിക്കും. മണ്ണ് കൂട്ടിയിരിക്കുന്നത് മണ്ണ് കൂട്ടി കയറി. അടിപൊളി ഇറച്ചിയാണ്. നമുക്ക് എന്താ പറയുക, ബീഫിന് എത്ര കട്ടിയെന്ന് വെച്ചാൽ അതേപോലത്തെ കട്ടിയല്ല. വളരെ ചില നമ്മുടെ നാടൻ കോഴിയൊക്കെ ഉണ്ടല്ലോ, നാടൻ കോഴിൻ്റെ കുറച്ച് കട്ടിയുള്ള ഇറച്ചി ഉണ്ടല്ലോ, അതേ ടേസ്റ്റാണ് ഇത് വരുന്നത്. ഓക്കെ, കുറച്ചുകൂടെ കട്ടിയായിട്ട് ഉള്ളൊരു ഫ്ലേവറാണ്. അതായത് നമുക്ക് സ്മൂത്തായിട്ട് കഴിക്കാൻ പറ്റില്ല. അതായത് കുറച്ച് കഴിച്ച് കഴിക്കണം. തിക്നെസ് കൂടുതലുണ്ട്. എല്ലുണ്ട്? എല്ലല്ല, ഇറച്ചിക്ക് കട്ടി കൂടുതലാണ്. നാടൻ കോഴിൻ്റെ ഇറച്ചി കൂടുതലുണ്ട്. ബ്രോ അടി 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 ടെസ്റ്റ് എല്ലാവരും അടിക്കും. നീ പേടിക്കുന്നില്ല, കഴിച്ചോ. എടുക്ക മേളിലുള്ള പീസ് അങ്ങോട്ട് എടുക്കുന്നത്. അടിച്ച് കടിച്ച് കടിച്ച് മറിക്കി. അപ്പം ഞാനത് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ഒരു പേടിയുണ്ട്. അടി അടി കൊള്ളാം. കൊള്ളാല്ലേ? ഞാൻ നല്ല എക്സ്പ്രഷൻ ഇടും. എന്നാലും നിങ്ങൾ കഴിക്കും, എനിക്കറിയാം. കള്ള എനിക്കറിയാം എന്നെ കൊണ്ട് കഴിപ്പിക്കാൻ വേണ്ടി. ടേസ്റ്റ് ഉണ്ട്. Nấu này không ăn nên có bỏ gì trong đây không cậu? ഒരു മധുരമുണ്ട്. അത് ഒരു സ്വീറ്റ് മധുരം കുറെ പഞ്ചസാര ഒരുപാട് വാരിയിട്ടുണ്ട്. Có biết quay ra đâu ngồi nghe đi. നാടൻ കോഴി Bỏ tôi ở đây có mình nó mất. ജോയിൻ ജോയിൻ. ഇതെല്ലാം ജഫ്നാസ് വിളിച്ചിട്ട് വന്ന ആൾക്കാരാണ്. ഇന്നിവിടെ ഒരു കല്യാണ പരിപാടിയാണ് ഗൈസ്. ലഫ്നാസിന്റെ കല്യാണ പരിപാടി. Eat.
വാ വാ ഓട്ടാ Bắt đầu cái chạy qua. ടേബിൾ ഇട്ടിട്ട് ഫുഡ് അടിക്കണം അതെ അതെ ഓക്കെ മണ്ണ് വരുന്ന അവര് പോലും കഴിക്കണില്ല Vậy bắt đầu nó. ബ്രോ അടിക്ക അടിക്കും രക്ഷയില്ല അമ്മായി പിസ ഇപ്പോൾ നമ്മൾ ബഷീർ കഴിക്കാൻ പോവാണ്. അടുത്തത് ബഷീർ ബ്രോ കഴിക്കാൻ പോവുകയാണ്. അടുത്തത് ഇതാ ബഷീർജിന്റെ ടേസ്റ്റ് ചെയ്യാനാണ്. അടി 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 ഒരു പീസ് ഞാൻ എടുത്തരാം. എൻ്റെ കൈ കൊണ്ട് തന്നെ ആയിക്കോട്ടെ. ഇത് കേട്ടാ എന്റെ പാൻറ് നിന്ന് നോക്കി ഇതിന് വെട്ടിയതിന്റെ ചോര പോലും പോയിട്ടില്ല. ചോര വരെ നിറച്ചിട്ട് എന്റെ പാൻറിലൊക്കെ നിറയെ ചോരയാണ്. ആ ചോര പടി വെച്ചിട്ട് കഴിക്കണമെന്നാണ് ഈ പീസ് ബഷീർ ഞാൻ എൻ്റെ കൈ കൊണ്ട് വായിൽ വെച്ചു. അയ്യോ അയ്യോ അങ്ങനെ വെക്കല്ലേ. ഒരു പീസ് ഒരേ ഒരു ചെറിയ കഷ്ണം അധികമൊന്നുമില്ല. ഈ ഒരു കഷ്ണം സ്നേഹത്തിൻ്റെ പേര് ഇത് പറിച്ച് തോടല്ലേ ഓടി പറിക്കും. ഞങ്ങൾക്ക് കൈ കൊണ്ട് നിറച്ച് എത്തണം. നല്ല മീറ്റ് ഇപ്പോൾ മീറ്റ് ഈ ഒരു കഷ്ണം ബഷീർ ചെറിയ ഒന്നുമില്ല സ്നേഹത്തിൻ്റെ പേര് ചെറിയൊരു കഷ്ണം നമ്മൾ കഴിച്ചു. സ്നേഹത്തിൻ്റെ പേര് ഒരു പ്രശ്നമില്ല. പ്രശ്നം അഭിപ്രായം പറ. അടിപൊളി ഇറച്ചില്ല. എന്താ അവസ്ഥ കഴിച്ചിട്ട് പറഞ്ഞാൽ നാടൻ കോഴിൻ്റെ ടേസ്റ്റ് 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 ഉണ്ട്. സംഭവം ടേസ്റ്റാ. ചിരിയാത്ത മുഖത്ത് സംഭവം ടേസ്റ്റാ. ഞാൻ വേറെ കാര്യം പറഞ്ഞുതരാം. ഇത് നമ്മളെ സ്റ്റൈലിൽ വെക്കുകയാണെങ്കിൽ അടിച്ച് കീറാൻ പറ്റും. കാരണം നമ്മൾ ആ കുരുമുളക് ഇട്ട് വരട്ടി കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ഇത് ഷാനിങ് ടൈമിൽ കേട്ടോ. ഇത് നമ്മുടെ ഷെഫുണ്ട്, അവൻ വെച്ചാണ് ഇത് അടിപൊളിയായിരിക്കും. ഇവരൊരു മസാല ആയതുകൊണ്ടാണ് നമുക്ക് കുറച്ച് മധുര ഫീലിംഗ് അല്ല. മീറ്റ് അമേസിങ്. അത് ശരിയാണ്. ബഷീർ എടുത്ത് കൈ പിടിച്ച് അല്ല മീറ്റ് ടേസ്റ്റ് സംഭവം ടേസ്റ്റ്. ഞാൻ വിചാരിച്ച പോലെ അല്ല. എന്റെ മൈൻഡിൽ വേറൊരു എന്തോ ഒരു പ്രത്യേക ടൈപ്പാണ് ഉദ്ദേശിച്ചത്. പക്ഷെ നാടൻ പോയിട്ടില്ല, അങ്ങനെയൊന്നുമല്ല. നമ്മളൊരു നാടൻ കോഴി കഴിക്കൂലേ, നാടൻ ചിക്കൻ കഴിക്കുന്നതിന്റെ സെയിം അതേ ഒരു ടേസ്റ്റോ അതിനെക്കാട്ടി ഉണ്ടെന്ന് പറയാൻ പറ്റും. പിന്നെ നമ്മുടെ മൈൻഡിൽ ഫുള്ള് പാമ്പ് 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 എന്നുള്ളൊരു ചിന്ത കൊണ്ടിട്ടാണ് നമുക്ക് കഴിക്കുമ്പോഴത്തെ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യണത്. അല്ലെങ്കിൽ നമ്മൾ നല്ല അടിപൊളിയായിട്ട് കഴിക്കും. എന്തായാലും തുടക്കം കൊടുത്ത സ്ഥിതിക്ക് കുറച്ചും കൂടെ കഴിക്കാം. ചേട്ടനല്ലോ അടിയാ ഒരു ഗ്രേവി കൂട്ടി കഴിക്കാം. ഇവര് ഗ്രേവി ആണ് കുറച്ച് മധുരം വരുന്നുണ്ട്. കടിച്ച് പറിച്ച് തിന്നോ. എങ്ങനെയുണ്ട് ഗുഡ്. ഡ്രൈവർ നമ്മുടെ ഡ്രൈവർ ഇതാ ഒരു പീസ് കാലിയാക്കി. വെരി ഗുഡ് വെരി ഗുഡ്. അടുത്ത് എടുക്കാൻ പോവുകയാണ്. അപ്പൊ അണ്ണൻ ബ്രദർ അച്ഛൻ. അപ്പോൾ ഇവിടെ ഫാമിലി ആയിരുന്നു കഴിക്കുന്നുണ്ട്. ഇതുവരെ ലഫ്നാസിന്റെ നമ്മളിവിടെ വലിയൊരു കൂട്ടായ്മ രൂപീകരിച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാ ആൾക്കാർക്കും ഞങ്ങൾ ഇഷ്ടപ്പെട്ടു. കഴിക്കാം. എൻ്റെ കയ്യിലുണ്ട് ഇതാ. ഞാൻ പറയട്ടെ, എങ്ങനെയുണ്ട്? അടിപൊളി ഇറച്ചിയല്ലേ? സംഭവം കൊള്ളാം. പിന്നെ ആ മൈൻഡിൽ ഇങ്ങനെ എനിക്ക് പ്രശ്നം അറിയാം. അത് ഇറച്ചിയിലല്ല എൻ്റെ പ്രശ്നം. ഇവർ ഈ കറി ഉണ്ടല്ലോ, ഈ മധുരം വെച്ച കറിയിലൊരു പ്രശ്നമുണ്ട്. തുറന്നു പറഞ്ഞാൽ ഇവർ കറിയായിട്ടാണ് ഇഷ്ടപ്പെട്ടത്. നമ്മളിത് ഇറച്ചി എടുത്തിട്ട് നമ്മളെ സ്റ്റൈലിൽ കറി വെക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. അടിപൊളി എന്നാൽ അടിപൊളിയായിരിക്കും. ഓക്കെ അല്ലേ? ഓക്കെ. നല്ല പാമ്പിൻ്റെ ഇറച്ചി ഇതാ. അതെ, അടിപൊളി. ഇത് പാമ്പ് തന്നെ കേട്ടോ, വേറെ ഒന്നല്ല. വേറൊരു സാധനം ഇവിടെ ഇല്ല. വള്ളി പാമ്പ് അല്ല. എനിക്ക് മൈൻഡ് സെറ്റാണ്. ഞാൻ കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരത്തിലുള്ള ഒരു ഹാങ് ഓവറിലാണ്. അതായത് വേറെ ഒന്നുമല്ല, ടേസ്റ്റിൻ്റെ പ്രശ്നമൊന്നുമല്ല. പാമ്പാണല്ലോ തിന്നത് എന്നുള്ളൊരു ഹാങ് ഓവർ ഉണ്ടല്ലോ, ആ ഒരു ഹാങ് ഓവർ. അല്ലാണ്ട് വേറെ അതിന് പ്രോബ്ലം ആയിട്ടൊന്നും തോന്നില്ല. പക്ഷെ നല്ല ടേസ്റ്റുള്ള ഇറച്ചിയാണ്. ഞാനിപ്പോൾ ഒന്നും കൂടെ ഒന്ന് ട്രൈ ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത് കാരണം എന്താ വെച്ചാൽ എന്തായാലും നനഞ്ഞ് ഇന്ന് കുളിച്ച് കയറാന്നുള്ളൊരു മൈൻഡ്. ഇതിന്റെ തോലില്ലേ, ഈ തോലിങ്ങനെ ശരിക്കും പഠിക്കണം. ഈ സാധനം പഠിക്കണം. പക്ഷെ ഇവർ കുറച്ചുകൂടി വീഴാനിത്. നമുക്ക് എന്താ ചെയ്യുന്നത് വെച്ചാൽ കുക്കറിൽ ഒരു 5 വിസിലിട്ടിട്ട് ഇത് നന്നായി വെന്ത് വരും. അതെങ്ങനെയാണ് ഗ്രേവി മുക്കണം. ഒരു തെരണ്ടി ചെയ്ത് മൈൻഡ് സെറ്റ് ആക്കിയിട്ട് കഴിക്കുക അല്ലേ ആരിഫേ? അതെ, കഴിച്ചു. നല്ല കട്ടിയുള്ള തോല. കൊള്ളാം. ഇല്ലണ്ടാ മീറ്റല്ലേ? നല്ല മീറ്റ്. എന്നെ വീട്ടിൽ കയറ്റുമെന്ന് എന്നെ എൻ്റെ പേടി.
എൻ്റെ ഉമ്മയിലൊക്കെ എടുക്കണമെങ്കിൽ ഇതുപോലായിരിക്കും. എന്നെ ഇനി വീട്ടിൽ കയറ്റാൻ നടത്തില്ല. ഞാനിവിടെ തന്നെ സെറ്റിൽ ആയിക്കോട്ടെ. ഞാൻ പറഞ്ഞ വാക്ക് പാലിച്ചിട്ടാ. ഞാൻ ഫസ്റ്റ് ഞാനാണ് ടെസ്റ്റ് ചെയ്തത്. ലഫ്നാസ് പിസ കഴിക്കാൻ തീരുമാനിച്ചു. അയ്യോ അതത്ര ഡിസ്പ്ലേ ഒന്ന് കേട്ടെ. വേറെ നല്ല കേസ് അതിൻ്റെ ഒരു സ്വിച്ച് ആക്കിയാലേ ഡിസ്പ്ലേ ഓട്ടോമാറ്റിക് ഓഫ് ആവും. ആ ഡിസ്പ്ലേ ഒന്ന് കാണാൻ വേണ്ടിയാണ്. അതല്ല അതെ അപ്പൊ വാക്ക് പാലിച്ചിട്ടാ ആരും കഴിച്ചു. നമ്മളെ ഡ്രൈവറാണ്. നിങ്ങൾ ഡ്രൈവർ പ്രൊഫഷണൽ ഗിയർ. ഡ്രൈവറിന് മുതലായി. വിചാരിച്ചത്ര പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ പ്രശ്നമൊന്നുമില്ല. പിന്നെ മൈൻഡിൽ പാമ്പ് കഴിച്ചെന്നുള്ളൊരു ഒരു പ്രശ്നം അതേ ഉള്ളൂ. വേറെ ഇഷ്യൂ ഒന്നുമില്ല. കഴിച്ചത് പാമ്പാണെന്നുള്ളൊരു ചിന്ത. വല്ല ചിക്കനാച്ച് കഴിച്ച പോലെ കഴിക്കാം. അതെ കഴിക്കാൻ തോന്നുന്നുണ്ടല്ലോ. പിന്നെ ഒരു ടെൻഡൻസി ഉണ്ട്. അതുകൊണ്ടാണ് കഴിച്ച. കാരണം ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും നീ കഴിക്കണം കഴിക്കും പറഞ്ഞ പോലെ കൊള്ളുന്നുള്ള ടേസ്റ്റ് ഉണ്ട്. എനിക്ക് വിളിച്ചു തരാം. സാധനം അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നീ എത്ര പീസ് ഉണ്ട്? എനിക്ക് കാര്യം പറഞ്ഞു. എനിക്ക് ഈ പാമ്പിൻ്റെ മീറ്റിൻ്റെ എല്ലാം പ്രശ്നം. ഇവർ ഈ മസാല എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇവർ ഈ മധുരം വരുന്ന ടേസ്റ്റ് ഉണ്ടല്ലോ. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. പാമ്പ് ഇറച്ചി അടിപൊളിയാണ്. അടിപൊളി അടിപൊളി. 1000 രൂപയാണ്. അതാണ് 10000 രൂപ. നമ്മുടെ ഇന്ത്യൻ മണി 10000 രൂപയുടെ ഐറ്റമാണ് ഈ ടേബിളിന്റെ മേളിൽ ഇരിക്കുന്നത്. 5 സ്റ്റാർ ഫുഡാണ്. അത് മനസ്സിലാക്കണം. പിന്നെ നടു റോട്ടിലാണ് നമുക്ക് സംവിധാനങ്ങൾ കൊടുക്കുന്നത്. അതെ നടു റോട്ടിൽ നിന്നാണ് ഞങ്ങൾ കഴിക്കുന്നത്. നടു റോട്ടിൽ ടേബിൾ ഇട്ടിട്ട് അതെ നമ്മൾ കഴിക്കുകയാണ്. അപ്പം എനിക്ക് പ്രത്യേകം പറയാനുള്ളത് നിങ്ങൾ രണ്ടുപേരുടെ അടുത്ത് ഏറ്റവും കൂടുതൽ എനിക്കൊരു താങ്ക്സ് പറയാനുള്ളത്. കാരണം ഞാൻ വിയറ്റ്നാമിൽ വന്നിട്ട് എനിക്ക് വേണ്ടി എൻ്റെ കൂടെ നിങ്ങൾ രണ്ടുപേരും വന്ന് എൻ്റെ കൂടെ ഇന്ന് എൻ്റെ വീഡിയോസിൽ എനിക്ക് സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് ഇവിടെ നമ്മൾ പാമ്പിനെ വാങ്ങിച്ച് അത് കറി എന്താ പറയുക അതിനെ കൊന്ന് കറി വെച്ച് നമ്മളത് കഴിച്ച് മനസ്സിലായോ. അപ്പോൾ ഇതൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെയൊക്കെ. അപ്പോൾ പ്രത്യേകം നിങ്ങളുടെ രണ്ടുപേർക്ക് താങ്ക്സ് ഉണ്ട്. ഇനിയും നമുക്ക് വിയറ്റ്നാം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ നമുക്ക് ഒന്നിച്ച് മീറ്റ് ചെയ്ത് നമ്മളിനി കുറേ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയുള്ള വീഡിയോസിലൊക്കെ നമ്മൾ ബ്രോ ആയിട്ട് ഒരു എന്താ പറയാ ഡിഫറെന്റ് എക്സ്പീരിയൻസ് ഇനി വരാൻ പോകുന്നുണ്ട്. സസ്പെൻസ് ആണ്. ഇനി വേറൊരു എന്താ പറയാ ഇതിലും നല്ല അടിപൊളിയായിട്ടുള്ള മനോഹരമായ ഒരു കാഴ്ച നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതെ അത് സെറ്റാകും. തീർച്ചയായിട്ടും അത് വരും. തീർച്ചയായിട്ടും. എന്തായാലും അപ്പം നാളത്തെ ഫ്ലൈറ്റിന് അപ്പോൾ റിട്ടേൺ വീട്ടിലേക്ക് പോകും. വന്നിട്ട് അടുത്ത മാസം അങ്ങനെ ഞാൻ പ്ലാൻ ചെയ്തിട്ട് ഒരു വരവും കൂടെ വരുന്നുണ്ട്. ബ്രോക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. നമ്മൾ ശരിക്കും എൻജോയ് ചെയ്തു. അതെ നമുക്ക് എന്താ പറയാ നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആണ്. പറയാം ഏറ്റവും മുതലേ നമ്മൾ ഏച്ചിക്കാതെ ബ്രോ ആയിട്ട് വാങ്ങിയത് ഏച്ചിന്റെ അടുത്താണ്. ലാസ്റ്റ് ചേച്ചിനെ കൊണ്ട് തന്നെ തിരിച്ച്. Hello mọi người. ഹായ് ബഗ ഹൗ യു. ഓക്കെ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സംഭവം. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ Mấy ổng hả hả? അമേസിംഗ്. പൊളിച്ചില്ലേ? ഞാൻ ആദ്യമായിട്ടാണ് ബ്രോന്റെ പേര് പോയത്. നല്ല വളരെ അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ഓക്കെ എനിക്ക് എന്തായാലും ഒരിക്കൽ കൂടി നമ്മൾ കൂടെ Còn như mấy người muốn lắm mà. ബ്രോ ഡൗൺ ടു എർത്ത് ആണ്. കാര്യം പറഞ്ഞ അത്രേ ഉള്ളൂ. നമ്മൾ അങ്ങനെ ആയിരിക്കണം ബ്രോ. നമ്മളെന്താ പറയുക, നമ്മളെവിടെ പോയാലും നമ്മളെല്ലാവരും മനസ്സിലാണ്. നമ്മളെല്ലാവരും എവിടെ വെച്ച് കണ്ടാലും നമ്മൾ ആദ്യമായിട്ടാണ് പോലും മീറ്റ് ചെയ്യണമെങ്കിൽ പോലും നമ്മളെല്ലാം ഒരു ബന്ധമുണ്ട്. കാരണം നമ്മളെല്ലാം കണ്ടപ്പോൾ തന്നെ നമ്മൾ വളരെയധികം അടുത്ത ഒരാളെ പോലെ നമുക്ക് സംസാരിക്കാൻ പറ്റും. കാരണം ഒരു ഫസ്റ്റ് സ്പീക്ക് എല്ലാവരും കണ്ടപ്പോൾ തന്നെ എന്താ പറയുക നമുക്കത് ഒരു ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഒരു ഫ്രണ്ടാണ്. ആദ്യമായിട്ട് കാണുമ്പോൾ പോലും നമ്മുടെ അടുത്ത ആളാണുള്ളത്. ഏയ് ബ്രോ അയ്യോ. അപ്പൊ ഇനി ഒരുപാട് പരിപാടികൾ ഉണ്ട്. നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. നമ്മൾ ചെയ്യും. അപ്പൊ ഇൻഷാല്ലാ അപ്പൊ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോകണം. അപ്പൊ നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരെ ബൈ Hello. ബൈ ബൈ ബൈ. Khoan khoan cho có bay còn ăn nữa. അതെ Hello hello.